മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ദൃശ്യം 3 ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇനി വരുമോ അവിടെ ചെന്നപ്പോഴാണ് അവിടെ അനിലേട്ടൻ ഇരിക്കണ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ ഇത് ഏത് പടമാണ്? അവിടെ ഇത് ദൃശ്യം എന്ന് പറഞ്ഞൊരു പടമാണെന്നാണ് കേട്ടതെന്ന്. ദൃശ്യം പിന്നീട് അറിയണത് ദൃശ്യം 3 ആണെന്ന് മനസ്സിലായത്. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച. നിങ്ങളുടെ ബാൻഡിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ ട്രാക്കാണ്. അതിന്റെ ഒരു റിപ്രൈസ് വർഷം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ വൈറലൊന്നും അല്ല. എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് ട്രാവൽ ചെയ്യണവരൊക്കെ ഈ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് തുടങ്ങിയത്. ഇതോടെ ഇതങ്ങ് കത്തി തുടങ്ങി, കൊളുത്തി. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവു തരൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കോള് വരുന്നു. ഞാനിങ്ങനെ ദീപക് ദേവാണ്. ഞാനിങ്ങനെ എവജിൻ്റെ ഒരു സോങ് കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എറണാകുളത്തോട്ട് വരാമോ, നമുക്കൊരു സോങ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. പടം ഇറങ്ങണതിന് ഒരു 2 വീക്സ് മുന്നെയാണ് എനിക്ക് ഈ പടമാണെന്ന് പോലും എനിക്ക് മനസ്സിലാവണത്. അപ്പോൾ ആ കൂടെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോൻ്റെ കൺസെപ്റ്റും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വഴിക്കും. മാക്സിമം നമ്മുടെ സോൾ സോങ്ങിലോട്ടാണ് കൂടുതൽ നമ്മൾ ഇടുന്നത്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് 4 പേർക്കും വീഡിയോനെ പറ്റി ചിന്തിക്കാനുള്ള വലിയ കഴിവില്ല. തുറന്നിടാം ജാലകം ഇനി താരകങ്ങൾ താഴെ. ഹായ്, ക്ലബ് എഫ് എമ്മിലെ ആദർശിൻ്റെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ട്രിവാൻഡ്രത്തുള്ള സെൻസേഷൻ ആയിട്ടുള്ള ഒരു ബാൻഡാണ് 43 മൈൽസ്. അപ്പോൾ അതിൻ്റെ ടീം മെമ്പേഴ്സാണ് എവ്ജിൻ ഇമാനുവലും അതുപോലെ തന്നെ ബിനോയ് ബ്രോയും. റെറ്റ് എന്ന് വിളിക്കണോ ബിനോയ് എന്ന് വിളിക്കണോ? കോൾ മീ റെറ്റ്. അപ്പോൾ രണ്ടുപേരും വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു സോ മച്ച്. ഈ 43 മൈൽസ് എന്താണ് ആ ഒരു പേരിൻ്റെ 43? ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഈ പേരിടുന്ന സമയത്ത് ഇങ്ങനെ കുറേ ചിന്തിക്കുമായിരുന്നു. കുറേ അധികം പേരുകളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബാൻഡിൽ 4 പേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഡ്രമ്മറുണ്ട്, യേശുദാസ് എന്നവൻ്റെ പേര്. യേശുദാസ് എന്നവൻ്റെ പേര് ശരിക്കും പേര്. അതെ. അപ്പോൾ അവനിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ബൈക്കിൽ പോകാൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതായത് എടാ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്താണ് കൂടുതൽ ഞാനിങ്ങനെ ലൈവ് ഷോട്ട് ചെയ്യാൻ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണം. ലൈവ് ഷോട്ടിങ് ടൈമായിട്ട് അവൻ ഡ്രൈവിങ്ങിന് ആ സമയത്താണ് അവനങ്ങനെ ചിന്തിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോഴത്തേനും എനിക്ക് അങ്ങനത്തെ ഒരു ടൈമുണ്ട്. നമ്മൾ കൂടുതലും ഡ്രൈവ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ ആ ഒരു അപ്പോൾ നമ്മളിങ്ങനെ അത് ഷെയർ ചെയ്തപ്പോഴത്തേനും എല്ലാവർക്കും അങ്ങനത്തെ ഒരു സമയമുണ്ട്. അപ്പോൾ ആദ്യം ഇത് 40 കിലോമീറ്റേഴ്സ് ആയിരുന്നു, അറൗണ്ട് ആ ഒരു കിലോമീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു ഗുമ്മിന് വേണ്ടി മൈൽസ് ആക്കിയതാണ്. പിന്നെ ചിന്തിച്ചപ്പോൾ 40 എന്തെങ്കിലും മൈൽസ്, അങ്ങനെ 43 മൈൽസ് എന്നൊക്കെ ഉള്ളൊരു പേരിലോട്ട് വന്നത്. അതിൻ്റെ ബാക്കിലുള്ളൊരു ഷോർട്ട് സ്റ്റോറി, അതാണ് കഥ. അതെ. നിങ്ങളുടെ ബാൻഡിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ ട്രാക്കാണ്. അതിൻ്റെ ഒരു റിപ്രൈസ് വർഷം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം നമ്മൾ രണ്ടുപേരും ആദ്യം ഇവൻ വിളിച്ചിട്ട് പെട്ടെന്ന് ചേട്ടാ ഇങ്ങനൊരു പാട്ട് ചെയ്താലോ, ഏത് പാട്ട് ചെയ്യും? അപ്പം മറ്റേ കമ്മട്ടിപ്പാടം ചെയ്താലോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയത്ത് കുറേ കവറുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അതിനെ വേറെ ഡിഫറെൻ്റ് ആംഗിളിൽ ചിന്തിച്ച് നോക്കി, ട്രാക്ക് ഉണ്ടാക്കി റിലീസ് ചെയ്തു. 2021 ഓഗസ്റ്റ് ആയപ്പോൾ റിലീസ് ചെയ്തു. അതങ്ങ് വൈറലായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ വൈറലൊന്നും അല്ല. എനിക്ക് തോന്നുന്നൊരു 4 മാസത്തോളം അതങ്ങനെ ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 20,000 ആ ഒരു സമയമായിരുന്നു. പിന്നെ ഏതൊരു പീക്ക് ടൈം ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുറേ ബൈക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മലബാറിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് എല്ലാവരും ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങി, ബുള്ളറ്റും കൊണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് ട്രാവൽ ചെയ്യണവരൊക്കെ ഈ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് തുടങ്ങിയത്. ഇതോടെ ഇതങ്ങ് കത്തി തുടങ്ങി, കൊളുത്തി. അത് മറ്റേ ഈ ആ സമയത്ത് നീലക്കുറിഞ്ഞി പൂത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം മൂന്നാർ ആ സമയം നീലക്കുറിഞ്ഞി നോക്കുമ്പോൾ ഞാനരിയും നീലക്കുറിഞ്ഞി ഞാനരിയും അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ഞങ്ങളിത് എന്ത് സംഭവിക്കണമെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ഓണായി. പിന്നെ കത്തി കയറി. യെസ്. ഞാനരിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അരിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനെ, ഞാനേമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച,
നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ, പുഴുപുലികൾ പക്കി പരുന്തുകൾ, കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, പുലയാടികൾ നമ്മളുമൊപ്പം. അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. അവിടെ കഴിഞ്ഞില്ലല്ലേ? ഓക്കെ. റെറ്റ് എന്നാണ് പേര്. ഈ റെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അത് എൻ്റെ ഫുൾ നെയിം ബിനോയ് രത്നാകരൻ. രത്നാകരൻ എന്നാണ് എൻ്റെ അപ്പൻ്റെ പേര്. ഡ്യൂഡൊക്കെ പോലെ ഞങ്ങള് ഒരു ദിവസം ആരോ ഇങ്ങനെ അറിയണം, എടാ റെറ്റെ എന്ന് വിളിച്ചത്. അടുത്ത ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ പേര് മാറി. തന്നെയാണോ വിളിച്ചത്? എന്തോ വിളിച്ചു. ഓക്കെ. നോക്കിയപ്പോഴത്തേനും പുതിയ പേര് ഇൻസ്റ്റാഗ്രാമില്. അത് നമ്മളെ ജോബേട്ടൻ്റെ ഗിറ്റാറിസ്റ്റ് ഉണ്ട് ഷിക്കു. അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം RET അത് മതി എന്ന് പറഞ്ഞ മുതൽ ഇതങ്ങ് സ്വീകരിച്ചു. ഓക്കെ. നമ്മുടെ ഇതിന്റെ മ്യൂസിക് പ്രോഗ്രാംസിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. ശരിക്കും ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലിറിക്കൽ വീഡിയോ മാത്രം ഇറങ്ങുന്നില്ല, ഇപ്പം അതിൻ്റെ ഒരു കൺസെപ്റ്റ് വീഡിയോയും കൂടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ശരിക്കും ഇത് രണ്ടും ബൈ ഹാൻഡ് പോകുന്നുണ്ട്, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാട്ടുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര പാടാണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച്. ഞങ്ങൾ പാട്ടുകൾ ഇപ്പോൾ മെലഡി, ഇപ്പോൾ ഇവന് മെലഡി, അവൻ്റെ സൈഡിൽ നിന്ന് മെലഡി വരാൻ തന്നെ നമ്മൾ കുറേ ഇപ്പം തന്നെ ഞങ്ങൾ ആൽബം വർക്ക് തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഇനി ഇറങ്ങാൻ പോകുന്ന പാട്ടുകളായപ്പോലും 3-4 വേർഷൻസ് ഓൾറെഡി ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ആ കൂടെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോൻ്റെ കൺസെപ്റ്റും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോകും. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പാട്ട് മാക്സിമം മ്യൂസിക്കിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പലരോടും ഡിസ്കസ് ചെയ്യും വീഡിയോനെ പറ്റി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇപ്പോൾ പാട്ടുണ്ടാക്കുന്ന സമയം എന്താ മാക്സിമം നമ്മുടെ സോൾ സോങ്ങിലോട്ടാണ് കൂടുതൽ നമ്മൾ ഇടുന്നത്. ഓക്കെ. അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് 4 പേർക്കും വീഡിയോനെ പറ്റി ചിന്തിക്കാനുള്ള വലിയ കഴിവില്ല. അപ്പൊ അത് ചിന്തിക്കാൻ അറിയാവുന്നവരടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് വലിയ കൺസേൺ ആവാറില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ചെയ്യണ സാധനത്തിനോട്ട് ഒരു സോളും ഹാർട്ടും ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടേണ്ടത് തിരിച്ച് കിട്ടും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അത് പല ആളുകളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും കൺസേൺ ആവുന്ന സോങ്ങിനെ പറ്റിയാണ്. പക്ഷെ സ്റ്റിൽ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് ഉണ്ടോ ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടും അടിപൊളി പരിപാടിയാണ്. ഞങ്ങൾക്ക് കൂടെ ഒരാളുണ്ട്, ചിന്നപ്പയ്യൻ ജോബി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവന് ഇച്ചിരി ക്രിയേറ്റീവ് ആണ് ഈ കാര്യം. അവനുമായിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കൂടുതലും മ്യൂസിക്കിനെ പറ്റി തന്നെയാണ് സംസാരിക്കണം. അതുകൊണ്ട് ഇപ്പൊ ബ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ എവ്ജിൻ ബ്രോ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് വഴിയാണ് പെട്ടെന്ന് പ്ലേ ബാക്ക് സിംഗർ ആവുന്നത്. അത് കണ്ടിട്ടാണ് ദീപക് ദേവ് മ്യൂസിക് ഡയറക്ടർ പുള്ളിക്കാരൻ വിളിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി മ്യൂസിക്കൊക്കെ കോവിഡിന് മുന്നെയാണ് മ്യൂസിക്കിലോട്ടൊന്ന് ഇറങ്ങി സെറ്റ് ആവണമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് കോവിഡ് വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കോൾ വരുന്നു, ഞാനിങ്ങനെ ദീപക് ദേവാണ്, ഞാനിങ്ങനെ എവ്ജിൻ്റെ ഒരു സോങ് കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എവ്ജിനൊന്ന് എറണാകുളത്തോട്ട് വരാമോ, നമുക്കൊരു സോങ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനും അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, സാറ് റീലൊക്കെ കാണാറുണ്ട്? കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്താണ് റീൽ ഇങ്ങനെ ഒന്ന് ഓണായി വരുന്നത്, സോഷ്യൽ മീഡിയ. അതെ ആ സമയത്താണ്. അപ്പോൾ ഞാൻ സാറ് റീലൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഞങ്ങൾക്ക് സമയം പോണ്ടേ, അതുകൊണ്ട് ഞാനും കാണാറുണ്ടെന്നൊക്കെ പുള്ളിയും പറഞ്ഞു. അങ്ങനെയാണ് കാണാക്കുയിലെ സംഭവിക്കണത്. എനിക്ക് തോന്നുന്നൊരു പാടി ഒരു 6 മാസം ഞാൻ പാടിക്കഴിഞ്ഞു. ഒരു 6 മാസത്തേക്ക് റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല ഇതെന്താവുമെന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു പടം ഇറങ്ങണതിന് ഒരു 2 വീക്സ് മുന്നെയാണ് എനിക്ക് ഈ പടമാണെന്ന് പോലും എനിക്ക് മനസ്സിലാവണത്. ഇത് ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയാണ്, പൃഥ്വിരാജാണ് ഡയറക്ടർ. എനിക്കറിയില്ലായിരുന്നു, എൻ്റെ അടുത്ത് എനിക്കിത് കൺവേ ചെയ്തിട്ടില്ല.
ബേസിക്കലി എനിക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി ചോദിക്കാനുള്ളൊരു മടി കാരണം ഞാൻ ചോദിച്ചില്ല. ഞാൻ പാടി, എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ പാടി ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇത് പുള്ളിനെ ചോദിച്ച് ഇനി ഉള്ള ചാൻസ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ആക്ച്വലി. പിന്നെയാണ് ഇത് അറിയണത്. അപ്പം ഞാനൊരു മോഹൻലാലിൻ്റെ പടമാണ് എന്നൊക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു അത്. അപ്പം ഒരു ബിഗിനറിന് ഇങ്ങനത്തെ ഒരു വലിയ എന്താണ് ഒരു ഇത്രയും വലിയ ബ്രാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. എനിക്കത് ഇപ്പോഴും ആളുകൾ കാണാക്കുയിലെ പല സ്ഥലങ്ങളിലും പല വീഡിയോസിന്റെ ബാക്കിൽ ഇങ്ങനെ പ്ലേ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പലർക്കും അറിയത്തില്ല ഞാനാണിത് പാടിയേക്കണേ എന്ന്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് അറിയിച്ചു കൊടുക്കാം. ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേകിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവു തരൂ. കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓ ഓ ഓ അടിപൊളി. താങ്ക് യു. പുള്ളി ഗിറ്റാറിസ്റ്റ് അല്ലല്ലോ. പുള്ളി ആക്ച്വലി ബേസിസ്റ്റ് ആണ്, മ്യൂസിക് പ്രൊഡ്യൂസർ ആൻഡ് ബേസിസ്റ്റ് ആണ്. അപ്പം ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് ഇവിടെ ഇല്ല, പൂനെയിലാണ്. ആൾമാറാട്ടം. അതുകൊണ്ട് പുള്ളി ഭയങ്കര ടെൻഷനിലായിരുന്നു, ഇത് എങ്ങനെ വായിക്കും എന്നുള്ളൊരു ടെൻഷനിൽ ആദ്യം വന്നത്. പക്ഷേ ടെൻഷനാണ് മുഖത്തല്ലേ. ഓക്കെ, അപ്പം ഇപ്പം ഗിറ്റാർ വായിച്ചു, ലൈക്ക് ഏതെങ്കിലും ഒരു പോർഷൻ കാണില്ല, ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിഫ് പോർഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ട്യൂൺ ചെയ്ത് നോക്കുന്ന ഒരു പോർഷൻ, അങ്ങനെ ഒരു പോർഷൻ ഉണ്ടോ? അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് ആക്ച്വലി. ആ പാട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മങ്കി എന്ന് പറഞ്ഞിട്ട്, മങ്കി എന്നാണ് ഇപ്പോൾ പേരിട്ടേക്കണേ. ആ പാട്ടാണ് കുറച്ച് പ്ലേ ചെയ്യാൻ താല്പര്യം. ഓക്കെ, അതാണ് ഇറങ്ങാൻ പോകുന്ന പാട്ടല്ലേ? അല്ല, അത് അടുത്ത പാട്ടാണ്. ഞങ്ങൾ ആക്ച്വലി EP 3 സോങ്സ് ഉണ്ട്. അപ്പം അതിൽ രണ്ടാമത്തെ സോങ് ആണ് അത്. ഫസ്റ്റ് സോങ് വേറെയാണ്. അപ്പോൾ അതിലെ പോർഷൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഡാനിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. ഡാൻ ആരാണ്? ഡാനാണ് ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ആക്ച്വലി ഈ പാട്ടിൻ്റെ മെയിൻ റിഫാണ് അത്. ഓക്കെ, ആക്ച്വലി ഇതിപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യാൻ ആക്ച്വലി ബോറാണ്. ആക്ച്വലി നമ്മൾ ബാൻഡായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ എനർജി ഒപ്പം എല്ലാം വരണം. പറഞ്ഞാലേ. നിങ്ങൾ എങ്ങനെയാണ് ബാൻഡ് ഫോം ചെയ്തത്? എല്ലാവരും കണക്റ്റഡ് ആയത് എങ്ങനെയാണ് ആക്ച്വലി? അതും കോവിഡിന് മുന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആക്ച്വലി ഒരു ചായക്കടയിലാണ് കാണുന്നത് ആദ്യമായിട്ട്. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ചായക്കടയിൽ പറ്റുകൊടുക്കാൻ. അതെ, പുള്ളി എല്ലാ ബാൻഡിനും ഒരു ചായക്കട സ്റ്റോറി ഉണ്ടാവുമല്ലോ, അതേപോലെ നമുക്കൊരു സ്റ്റോറി ഉണ്ട്. ഇത് ശരിക്കുള്ള കേട്ടാ. പുള്ളീനെ അവിടെ വെച്ചാ കാണുന്നത്. അപ്പൊ പുള്ളി എന്നെ എങ്ങനെ ഏതോ വർക്കിൽ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു, പറഞ്ഞു ഞാൻ ബേസിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ച്വലി ആ സമയത്ത് ഒരു പാട്ടിന് ഇങ്ങനെ ഒരു ബേസ് വായിക്കാൻ ഒരാളെ ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ, അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു പുള്ളിനെ പറ്റി, പുള്ളി പ്ലേയിങ് ഒക്കെ എങ്ങനെയാന്നൊക്കെ വെറുതെ 1-2 പേരത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ നല്ല അഭിപ്രായം പറഞ്ഞില്ല ആരും. പക്ഷേ സ്റ്റിൽ അപ്പോൾ എന്തോ ഒരു സമയത്ത് ഞാൻ പുള്ളിനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളൊരു ട്രാക്കിന് ഇങ്ങനെ ബേസ് വായിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റായി. മ്യൂസിക്കലി ആണെങ്കിൽ പോലും നമ്മളാണ് ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ അതേപോലെ രണ്ടാമത്തെ ഒരു ട്രാക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രമ്മറിനെയൊക്കെ തപ്പി. അങ്ങനെയാണ് ഇവനെ കിട്ടുന്നത്, യേശുദാസിനെ കിട്ടുന്നത്. യേശുദാസൊക്കെ ടീമിലുള്ളതൊരു ആലപ്പുഴയിലാണ് യേശുദാസിൻ്റെ വീട്. അപ്പം അങ്ങനെ യേശുദാസ് വരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആദ്യം വേറൊരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുഴുപുലികൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരാളെ ഗിറ്റാർ വായിക്കണേ. പക്ഷെ പുള്ളിക്ക് വേറെ കുറച്ച് വേറൊരു വർക്കിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ഞങ്ങളുടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഗിറ്റാറിസ്റ്റിനെ തപ്പിയത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്.
ഡാനിനെ നമുക്ക് കിട്ടണേ. അപ്പോൾ ഡാനും ഇതേപോലെ മ്യൂസിക്കൊക്കെ നിർത്താം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. എടാ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പ്ലാനുണ്ട്, പരിചയമൊന്നുമില്ല, പക്ഷെ അവൻ അടുത്ത ദിവസം രാവിലെ ബസ് കയറി ട്രിവാൻഡ്രത്തോട്ട് വന്നു. എല്ലാവരും ഒരു കോളിന് വേണ്ടി അങ്ങനെയാണ് ശരിക്കും ആക്ച്വലി അതാണ് സംഭവിച്ചത്. അടുത്ത ദിവസം രാവിലെ വന്നപ്പോഴും ഞാനും അവരോട് ഇത് ആരടാ ഇവൻ, കാരണം നമുക്കൊരു ഐഡിയ ഇല്ല ഇത് ആരാന്ന്. ഞങ്ങൾ ആദ്യം വെറുതെ മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് അവനെ കാണുന്നത്, ഞങ്ങളൊരു ട്രാക്ക് ഉണ്ടാക്കാൻ നോക്കുന്നതും. അന്ന് മുതൽ തുടങ്ങിയ ജേണിയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഓണായി വന്നപ്പോഴത്തേനും കോവിഡ് വന്നു. പിന്നെ ഒരു 2 വർഷം 2.5 വർഷം വീട്ടിലിരുന്നു എല്ലാവരും. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് പയ്യെ പാട്ടുകൾ ചെയ്തു തുടങ്ങണതും. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ഇൻഡിപെൻഡന്റ് സോങ്സ് 3 ചെയ്തില്ലേ കറന്റ്ലി? പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് പുറപ്പാടാണ്. എനിക്ക് അതിന്റെ ഒരു മ്യൂസിക്കും നിങ്ങൾ അതിന്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. പുറപ്പാടൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ഉറപ്പായിട്ടും. திறந்திடும் பாதை தேடி உடனே துணிந்திடு போதும் நீயே, உறவே மோதிடும் நீரோடை போல பாதையில் நீ தீண்டு போதும் போதும், நீயே நீதியும் மாறாத பேதையாகாத நீ யாராமலே தீயாகவே வேகம் கூடி மேலே வா, நீ வீணாகாதே விதையே நீயே, மாறும் மாறும் நாளை தானோயாதே. യെസ്, താങ്ക് യു. ഡാൻ ബ്രോയിന്റെ ജോലി പോവോ? ഇല്ല. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ദൃശ്യം 3 ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ 2ാമത്തെ മോഹൻലാൽ പടമാണ്. അപ്പോൾ ബ്രോഡാഡി. അതെ. അതും എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും വെയിറ്റ് ചെയ്യണ ഒരു പടമാണ് ദൃശ്യം. അപ്പോൾ അതിനകത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. കാരണം എനിക്കറിയില്ലായിരുന്നു ആദ്യം ഇത് ദൃശ്യമിനാണ് വിളിക്കണേന്ന്. എന്നെ ആക്ച്വലി വിളിച്ചത് വേറൊരാളാണ്. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഒരു പടത്തിൻ്റെ ഇതുണ്ട് വരാമോ? അപ്പോൾ ഞാനപ്പോൾ ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഡേറ്റൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ അനിലേട്ടൻ ഇരിക്കണ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇച്ചടി ഇത് ഏത് പടമാണ്? അവിടെ ഇത് ദൃശ്യം എന്ന് പറഞ്ഞൊരു പടമാണെന്നാണ് കേട്ടതെന്ന്. അപ്പോൾ ദൃശ്യം പിന്നെയാണ് അറിയണത് ദൃശ്യം 3 ആണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് ഒരു മെയിൻ റീസൺ തന്നെ നിങ്ങളുടെ ന്യൂലി റിലീസ്ഡ് ആയിട്ടുള്ള സോങ് വാനോളം അതിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. വാനോളം എത്രത്തോളം ക്ലോസ് ടു ദ ഹാർട്ടാണ്? എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുന്നെയാണ് ഈ ഒരു പാട്ട് നമുക്കിങ്ങനെ ഞാൻ കമ്പോസ് ചെയ്യണതും ഇങ്ങനെ ഞാൻ ബാൻഡിനായിട്ട് ഷെയർ ചെയ്യണതും. ആക്ച്വലി ഇത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതൊരു ബാൻഡ് കൾച്ചർ ഇല്ലാത്തൊരു സോങ് ആണ് എന്നുള്ള രീതിയിൽ, ഇത് അല്ലാണ്ട് ചെയ്യേണ്ട സോങ് ആണെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഞാനിത് നമ്മുടെ ബാൻഡിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു വേർഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോഴത്തേനും ഇത് ഞാൻ ചിന്തിക്കാത്തൊരു പരിപാടിയാണ് പുള്ളി ചെയ്തത്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡായി. ആദ്യം ഇതിനകത്തൊരു മലയാളം പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ബാൻഡ് എല്ലാവരും കൂടി ഇരുന്ന് ജാം ചെയ്യുന്ന സമയത്താണ് ഇതിനകത്തൊരു വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്തൊരു ഹിന്ദി ഒരു സിംഗറിനെ, അതായത് ഒരു രാജസ്ഥാനി സിംഗറിനെ ഇതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഭക്ത സിംഗ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇതിനകത്ത് ഒരു പോർഷനിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ വന്നപ്പോഴത്തേനും ഭയങ്കര ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച ഒരു സാധനമാണ്. കാരണം ഒരു കൾച്ചറൽ, കാരണം നമ്മൾ മലയാളം മാത്രം ചിന്തിക്കേണ്ട, കുറച്ചും കൂടെ നമ്മളൊരു കൾച്ചറൽ ബിയോണ്ട് ചിന്തിക്കണം എന്നുള്ളൊരു സംഭവമായിട്ട് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരാളെ കിട്ടി. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, കുറേ ആളുകളെ അപ്രോച്ച് ചെയ്തു. പക്ഷേ പുള്ളി ഭയങ്കര നല്ല മനുഷ്യൻ. പുള്ളി അവിടെ ഒരു ഫേമസ്, ആ ഒരു രാജസ്ഥാൻ ആ ഭാഗത്തൊരു ഫേമസ് ആളാണ്. അപ്പോൾ പുള്ളിനെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടി. വേണ്ട ഔട്ട് തന്നു. അതെ പുള്ളി
എനിക്ക് തോന്നുന്നു ഒരു 3 ടേക്ക് എന്തോ പാടിയിട്ടുള്ളൂ. പുള്ളി ഞങ്ങളിത് വർഷങ്ങളായിട്ടുണ്ടാക്കിയ പാട്ടാണ്. പുള്ളി ഒരു 15 മിനിറ്റ് കൊണ്ട് പുള്ളി തന്നെയാണത്, പുള്ളിയുടെ പോർഷൻ പുള്ളിയാണ് എഴുതിയേക്കണതും കമ്പോസ് ചെയ്തേക്കണതും പുള്ളി തന്നെയാണ്. മീൻസ് ട്യൂണൊക്കെ ഞങ്ങളൊരു റെഫറൻസ് കൊടുത്തേ ഉള്ളൂ. ചേട്ടൻ്റെ പുള്ളിയുടെ ബൈ ആപ്ക എന്നൊക്കെ എന്ന് പറഞ്ഞു പുള്ളി ഒരു 3 വേർഷൻ ഇങ്ങോട്ട് അയച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടപ്പോൾ തന്നെ. അങ്ങനെ ഒരുത്തൊരു സംഭവം ഈ സോങ്ങിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി. ആൻഡ് സോങ് വെളി വന്നു. അതാണ് നമ്മൾ ഉദ്ദേശിച്ച വാനോളം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു പരിപാടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് തീമിനാണ് സോങ് വന്നേക്കണം. എനിവേ ആളുകൾ കേൾക്കട്ടെ, കേട്ടിട്ട് പറയട്ടെ. സോ ലെറ്റ്സ് ഹിയർ വാനോളം. കഥകൾ ഇനിയും മേരെ പറന്നിടാം കൂട്ടിൽ നിന്നും വാനം മേലെ തുറന്നിടാം ജാലകം ഇനി താരകങ്ങൾ താഴെ. യെസ്, വാവ്, താങ്ക് യു. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഇൻഡിപെൻഡന്റ് ബാൻഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് ബാൻഡ് ആയിട്ടുള്ള അവിയലുണ്ട്, പിന്നെ നമ്മുടെ ജോബ് കുര്യൻ ഉണ്ട്, ഇൻഡിപെൻഡന്റ് സോങ്സിന്റെ എന്താ പറയുക കിങ് ആണ്. അപ്പോൾ ഇവരൊക്കെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞാനൊക്കെ ആദ്യമായിട്ടൊരു ബാൻഡായിട്ട് സാധനം കാണുന്നത് അവിയൽ തന്നെയാണ് ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെയൊക്കെ മലയാളം പാട്ട് പാടാം എന്ന് തെളിയിച്ച ഒരു പരിപാടിയായിരുന്നു അവിയൽ. പ്രത്യേകിച്ച് അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളും റെക്സാട്ടനും എന്നെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ തരണത് തന്നെ ഇവരുടെ സോങ്സ് ഒക്കെ കേട്ടിട്ടാണ്. അതേപോലെ തന്നെ ജോബേട്ടനും. ജോബേട്ടൻ ആക്ച്വലി ഞങ്ങളുടെയൊക്കെ ഒരു ചേട്ടൻ പോലെയാണ്. കാരണം പുള്ളി എപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് പുള്ളി എന്താ നിങ്ങൾ പാട്ട് ചെയ്യണം, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ബ്രോയിനെ അവിയൽ ഫീച്ചർ ചെയ്തിട്ടില്ലേ? അതെ. ഞാനത് പറയാൻ വരുമായിരുന്നു. അതായത് എൻ്റെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുക. അതായത് ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു കോൾ വരുന്നു, ഇങ്ങനെ ഒരു ഷോയ്ക്ക് പാടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവിയലിൻ്റെ മാനേജർ വിളിച്ച് ചോദിക്കും. ഞാൻ 2 ദിവസം ഇങ്ങനെ എയറിലായിരുന്നു. കാരണം അവിയലിലൂടെ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 ഷോസ് ചെയ്തു. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാണ് വളർന്നത്. വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. കാരണം അവരുടെ കൂടെ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാത്ത കാര്യമാണ്. പക്ഷെ ഭയങ്കര ഹമ്പിൾ ആളുകൾ. അവിയലാണെങ്കിലും ജോബേട്ടനാണെങ്കിലും എന്താ നമ്മളിങ്ങനെ എപ്പോഴും നിങ്ങൾ വളരണം എന്നുള്ളൊരു സംഭവം ഇങ്ങനെ നമുക്ക് പിന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ബാൻഡായി ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് ഫ്രണ്ടിലോട്ട് പോകേണ്ടതെന്ന്. ഞങ്ങൾ ആദ്യം കുറേ കവർ ഉണ്ടാക്കി നോക്കി. എന്നിട്ടും നമുക്കൊരു ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെയാണ് ഇതെടാ നമ്മൾ സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാവണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു സംഭവമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരണത് ഒരു പക്ഷേ അവിയലും ജോബേണ്ണൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും ഇൻസ്പയർ ചെയ്ത് പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും. അപ്പോഴാണ് ഞങ്ങളും ചിന്തിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റും എന്നുള്ളൊരു പരിപാടി. പിന്നെ ആ ഒരു വേ കാണിച്ചെന്ന് ഉറപ്പായിട്ട് അവരാണ്. ഞങ്ങൾ ഭയങ്കര ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യണവരാണ്. ജോബേട്ടനായിട്ടാണെങ്കിലും അവിയലായിട്ടാണെങ്കിലും റെക്സായിട്ടനൊക്കെ ആയിട്ടാണെങ്കിലും അതിൽ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഭയങ്കര ഹമ്പിളാണ്. അപ്പോൾ എന്തായാലും പേര് പോലെ തന്നെ 43 മൈൽസ് ഇനി ഒരുപാട് മൈലുകൾ താണ്ടി ഒരു സക്സസ്സിലേക്ക് എത്തട്ടെ. ഇപ്പോൾ സക്സസ് ആയി നിൽക്കുകയാണ്, ഇനി ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്, അതെല്ലാം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു സോ മച്ച്.